ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്ലോകം 71 ഭാഗവത മഹാത്മ്യത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ശ്ലോകം 71 മുതൽ തുടങ്ങാം. അതിൻ്റെ അർത്ഥവും സാരവും പറയാം. ശ്ലോകം 71. തത്പിതാ കൃപണ പ്രോചേ ധനഹീനോരുരോധക വന്ദ്യത്വം ദോ സമീചീനം കുപുത്രോ ദുഃഖദായക. തത്പിതാ കൃപണ പ്രോചേ ധനഹീനോരുരോധക വന്ദ്യത്വം ദോ സമീചീനം കുപുത്രോ ദുഃഖദായക. അവൻ്റെ പിതാവ് ധനഹീനനും ദുഃഖിതനുമായിട്ട് താഴെ പറയും വിധം ഉച്ചത്തിൽ പറഞ്ഞു കരഞ്ഞു. ഹാ കഷ്ടം! പുത്രനില്ലാതിരിക്കുന്നത് വളരെ നല്ലതാകുന്നു. പ്രസവിച്ചുണ്ടാവുന്നത് കുൽസിതപുത്രനാണെന്ന് വന്നാൽ അവൻ അതിദുഃഖത്തെ നൽകുന്നവൻ തന്നെ നിശ്ചയം. ആ വിധമുള്ള പുത്രൻ ജനിക്കുന്നതിനേക്കാൾ നല്ലത് ജനിക്കാതിരിക്കുന്നതാണ്. ശ്ലോകം 72. ക്വതിഷ്ഠാമി ക്വ ഗച്ഛാമി കോ മേ ദുഃഖം വിമോഹയേ പ്രാണാൻ സജാമി ദുഃഖേന മഹാകഷ്ടം മമ സംസിതം. ക്വതിഷ്ഠാമി ക്വ ഗച്ഛാമി കോ മേ ദുഃഖം വിമോഹയേത് പ്രാണാൻ സജാമി ദുഃഖേന മഹാകഷ്ടം മമ സംസിതം. ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? എവിടേക്കാണ് പോകേണ്ടത്? എൻ്റെ ഈ ദുഃഖത്തെ ആർ തീർത്തു തരും? ദുഃഖം സഹിപ്പാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പ്രാണങ്ങളെ ഉപേക്ഷിക്കട്ടെയോ? എനിക്ക് ഇത്ര കഷ്ടം വന്നു ചേർന്നുവല്ലോ. ശ്ലോകം 73. തദാനിന്ദു സമാഗത്യ ഗോവർണോജ്ഞാന സംയുതഃ ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. തദാനിന്ദു സമാഗത്യ ഗോവർണോജ്ഞാന സംയുതഃ ബോധയാമാസ ജനകം വൈരാഗ്യം പരിദർശയൻ. ആ സമയത്തിൽ ജ്ഞാനിയായ ഗോവർണൻ അവിടെ വന്നു. വിഷയവിരക്തി ഉണ്ടാവാൻ ഉപകരിക്കുന്ന പരമാർത്ഥ സംഗതികളെ കാട്ടിക്കൊടുത്തും കൊണ്ട് പിതാവിനെ ബോധിപ്പിച്ചു. ധേനുവിൽ നിന്ന് ജനിച്ച ഗോവർണന്റെ പിതാവാണോ ആത്മദേവനെന്ന് ശങ്കിക്കേണ്ട. അന്നദാത ഭയത്രാത യശ്ച കന്യാം പ്രയച്ഛതി വിദ്യാപ്രദോ മന്ത്രദശ്ച പശ്ചൈലേ പിതര സംയത. ഭക്ഷണം നൽകി വളർത്തുന്നവൻ, ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ, കന്യകയെ നൽകുന്നവൻ, വിദ്യയെ ഉപദേശിക്കുന്നവൻ, മന്ത്രമുപേക്ഷിക്കുന്നവൻ, ഈ 5 പേരും പിതാക്കന്മാരാകുന്നു എന്നുള്ള ശ്രുതി പ്രകാരം ആത്മദേവൻ ഗോകർണന്റെ പിതാവ് തന്നെ. പിതാവിന് വിരക്തി ജനിപ്പാൻ ഗോകർണൻ സൂചിപ്പിച്ച സംഗതികൾ ഇവയാകുന്നു. യൽസ്തന്യം പൂർവം പീത്വ നിഷ്പീഡിജ പരയോധരാൻ യസ്മിൻ ജാതോ ഭഗേ പൂർവം തസ്മിന്നേവ ഭഗേ രമേത് യാ മാതാ സ പുനർഭാര്യ ജനനീ സായ പിതാ സ പുനഃപുത്രോയ പുത്ര സ പുനഃപ്രീതായ പുനഃപീതായേവം സംസാരചക്രേണ കാലചക്രഘടാവേ. അഹോ, സംസാരചക്രത്തിൻ്റെ ഗതി വൈചിത്ര്യം ആശ്ചര്യം തന്നെ. ശ്ലോകം 74. അസാര ഖലു സംസാരോ ദുഃഖരൂപീ വിമോഹഃ സുതകസ്യ ധനം ഗസ്യ സ്നേഹവാൻ ജ്വലതേ നിശം. അസാര ഖലു സംസാരോ ദുഃഖരൂപീ വിമോഹഃ സുതകസ്യ ധനം ഗസ്യ സ്നേഹവാൻ ജ്വലതേ നിശം. സംസാരത്തിൻ്റെ സ്വരൂപത്തെ നിരൂപണം ചെയ്ത് നോക്കിയാൽ നിശ്ചയമായും നിസ്സാരവും ദുഃഖാത്മകവും മോഹാസ്പദവുമാകുന്നു. ആരുടെ ധനം, ആരുടെ പുത്രധനാദികളെ ആത്മീയത്തേന കരുതി സ്നേഹിക്കുന്നുവോ ആ പുരുഷൻ എപ്പോഴും പരിതപിക്കുന്നു. ശ്ലോകം 75. നേന്ദ്രസ്യ സുഖം കിഞ്ചിൻ ന സുഖം ചക്രവർത്തിനഃ സുഖമസ്തി വിരക്തസ്യ മുനേരേകാന്തജീവിനഃ. നേന്ദ്രസ്യ സുഖം കിഞ്ചിൻ ന സുഖം ചക്രവർത്തിനഃ സുഖമസ്തി വിരക്തസ്യ
മുനേരേകാന്ത ജീവിനഃ. ഇവനും സാർവഭൗമനായ ചക്രവർത്തിക്കും കൂടെ അല്പവും സുഖമില്ല. പിന്നെ സുഖമാർക്കുണ്ടെന്നാൽ സംസാരത്തിൽ വിരക്തിയെ പ്രാപിച്ച് ഏകാന്തത്തിൽ വസിക്കുന്ന മുനിക്ക് മാത്രമുണ്ട്. ശ്ലോകം 76. മുഞ്ചാജ്ഞാനം വ്രജാരൂപം മോഹദോ നരകേ ഗതേ നിപതിഷ്യന്തി ദേഹോയം സർവം ത്യക്തവനം വ്രജ. മുഞ്ചാജ്ഞാനം വ്രജാരൂപം മോഹദോ നരകേ ഗതേ നിപതിഷ്യതി ദേഹോയം സർവം ത്യക്തവനം വ്രജ. പുത്രനെന്നുള്ള മമതാരൂപമായ അജ്ഞാനത്തെ ഉപേക്ഷിച്ചാലും ആ അഭിമാനം അറിവില്ലായ്മ നിമിത്തമുണ്ടാവുന്നതാകുന്നു. അത് നിമിത്തം നരകത്തിൽ ചെന്നു ചേരും. ഈ ശരീരം പ്രാരബ്ധാവസാനത്തിൽ വീണുപോകും. ഇപ്പോൾ തന്നെ എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയിക്കൊള്ളുക. ശ്ലോകം 77. തദ്വാക്യം തു സമാകർണ്യ ഗന്ധുകാമാപിതാബ്രവേ കിം കർത്തവ്യം വനേതാത തത്വം വദ സവിസ്തരം. തദ്വാക്യം തു സമാകർണ്യ ഗന്ധുകാമാപിതാബ്രവേ കിം കർത്തവ്യം വനേതാത തത്വം വദ സവിസ്തരം. ഗോകർണൻ പറഞ്ഞത് ഹിതമാണെന്ന് കരുതി പിതാവ് വനത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ വിധം പറഞ്ഞു. ഹേ പുത്ര, വനത്തിൽ പോയാൽ ഞാൻ എന്ത് ചെയ്യണമോ അത് നീ വിസ്തരിച്ചു പറയുക. ശ്ലോകം 78. അന്ധഗോപേ സ്നേഹവാസ ബദ്ധവം വാങ്കുരകം ഛട കർമ്മണ പതിതോ നൂനം മാമോദ്ധരദയാനിധേ. അന്ധഗോപേ സ്നേഹവാസേ ബദ്ധഭംഗുരഹം ഛട കർമ്മണ പതിതോ നൂനം മാമോദ്ധരദയാനിധേ. സാരവിഹീനമായ സംസാരമാവുന്ന അന്ധകോപത്തിൽ വീണുകിടക്കുന്ന ഞാൻ സ്നേഹപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കയാൽ മുടന്തനും ഷടനുമാകുന്നു. ഈ മാതിരി പതിപ്പാൻ എൻ്റെ കർമ്മം തന്നെ കാരണം. ഹേ ദയാനിധേ, എന്നെ ഇതിൽ നിന്ന് നീ സമുദ്ധരിച്ചാലും. ഗോകർണവാച. ശ്ലോകം 79. ഗോകർണവാച. ദേഹേസി മാം ശ്രുതിരേപി മദം ത്യജത്വം ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവഭക്തിനിഷ്ഠഃ. ദേഹേസി മാം സരുതിരേഭിമതിം ത്യജത്വം ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവഭക്തിനിഷ്ഠഃ. ദേഹേസി മാം സരുതിരേഭിമതിം ത്യജത്വം ജായാസുതാദിഷു തഥാ മമതാം വിമുഞ്ച പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം വൈരാഗ്യരാഗരസികോ ഭവഭക്തിനിഷ്ഠ. ഗോകർണൻ പറഞ്ഞു, അസ്ഥി, മാംസം, രക്തം എന്നിവ ചേർന്നുണ്ടായ ഈ ശരീരത്തിൽ ഞാൻ എന്നുള്ള ബുദ്ധിയെ ഉപേക്ഷിച്ചാലും ഭാര്യാപുത്രാദികളിൽ എൻ്റേതെന്നുള്ള വിചാരത്തെയും വിട്ടുകൊള്ളുക. ഈ ലോകം ക്ഷണംതോറും നശിക്കുന്ന സ്വഭാവത്തോടുകൂടിയതാണെന്ന് കാണുക. എല്ലാറ്റിലും വിരക്തിയെ സമ്പാദിക്കുന്നതിൽ താല്പര്യമുള്ളവനും ഭക്തിയിൽ ഇളക്കമില്ലാത്തവനുമായി ഭവിക്കുക. ശ്ലോകം 80. ധർമ്മം ഭജസ്സ സതതം ത്യജലോകധർമാൻ സേവസ്സ സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത ചൈവീകദാസരമഹോ നിതരാം വിഭക്തും. ധർമ്മം ഭജസ്സ സതതം ത്യജലോകധർമാൻ സേവസ്സ സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത ശൈവീകദാരസമഹോ നിതരാം വിഭത്വം. ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധുപുരുഷാൻ ജഹി കാമതൃഷ്ണാം അന്യസ്യ ദോഷഗുണചിന്തനമാശു മുക്ത ശൈവീകദാരസമഹോ നിതരാം വിഭത്വം. എപ്പോഴും സ്വധർമ്മത്തെ വിടാതെ സ്വീകരിക്കുക, പരധർമ്മങ്ങളെ ഉപേക്ഷിക്കുക, സജ്ജനങ്ങളെ ആശ്രയിക്കുക, വിഷയാഭിലാഷത്തെ വെടിയുക, അന്യന്മാരുടെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള വിചാരത്തെ വെടിയുക, ഈശ്വര കഥാമൃതത്തെ ഏറ്റവും പാനം ചെയ്യുക. ശ്ലോകം 81. ഏവം സുതോക്തിവശോദോ വിഗൃഹം വിഹായ
യാതോ വനം സ്ഥിരമതേത് ഗതഷഷ്ടിവർഷഃ യുക്തോ ഹരേരനുദിനം പരിചര്യയാസോ ശ്രീകൃഷ്ണമാപനിയതം ദിശമസ്യ പാഠാത്. ഏവം സുതോക്തിവശതോപി ഗൃഹം വിഹായ യാതോ വനം സ്ഥിരമതേർഗതഷഷ്ടിവർഷഃ യുക്തോ ഹരേരനുദിനം പരിചര്യയാസോ ശ്രീകൃഷ്ണമാപനിയതം ദിശമസ്യ പാഠാത്. ഏവം സുതോക്തിവശതോപി ഗൃഹം വിഹായ യാതോ വനം സ്ഥിരമതേർഗതഷഷ്ടിവർഷഃ യുക്തോ ഹരേരനുദിനം പരിചര്യയാസോ ശ്രീകൃഷ്ണമാപനിയതം ദിശമസ്യ പാഠാത്. പുത്രവാക്യമനുസരിച്ച് നടന്നതിനാൽ ആത്മദേവൻ മുക്തിയെ പ്രാപിച്ചുവെന്ന് സൂതൻ പറയുന്നു. ഇപ്രകാരം പുത്രൻ പറഞ്ഞതിനെ അനുസരിച്ചിട്ട് വീട്ടിൽ നിന്ന് പിരിഞ്ഞ് കാട്ടിൽ പ്രവേശിച്ചു. മനസ്സിനെ ഉറപ്പിച്ചു. വയസ്സും 60 കഴിഞ്ഞു. ശ്രീഹരിയെ പ്രതിദിവസം പൂജിക്കുന്നതിൽ തന്നെ മനസ്സിരുത്തി. പ്രതിദിവസം ഭാഗവതം ദശമസ്കന്ധം പാരായണം ചെയ്തുകൊണ്ട് ഭഗവാനെ സേവിച്ചു. അവസാനത്തിൽ ശ്രീകൃഷ്ണനോട് യോജിക്കുകയും ചെയ്തു. ശ്രീ പത്മപുരാണേ ഉത്തരകാണ്ഡേ ശ്രീമദ് ഭാഗവതമാഹാത്മ്യേ വിപ്രമോക്ഷോ നാമ ചതുർഥോധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദപദ്മം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദപദ്മം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദപദ്മം ശരണാഗതം വാസുദേവം ജഗത്സർവം.